ദൈവ തിരുനാമം വാഴ്ചപ്പെടട്ടെ. ഉയർപ്പ് തിരുനാളിന്റെ എല്ലാ ആശംസകളും ഏവർക്കും നേരുന്നു. ഉയർപ്പ്, പ്രത്യാശയുടെ വീണ്ടെടുപ്പ് എന്ന വിഷയം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനെ അടിസ്ഥാനമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കൽ എത്തി. ഒരു പറ്റം സ്ത്രീകൾ യേശുവിന്റെ കല്ലറയ്ക്കൽ എത്തുന്നത് അതികാലത്താണ്. എന്തുകൊണ്ടായിരിക്കാം അതികാലത്തെ ഈ ഒരു പറ്റം സ്ത്രീകൾ കല്ലറയ്ക്കൽ എത്തുന്നത്? ബൈബിളിൽ വളരെ പ്രാധാന്യമുള്ള വാക്കാണ് അതികാലത്ത് എന്നുള്ളത്. ഇസ്രായേൽ ജനം മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും ചെങ്കടൽ കടക്കുന്നതും അതികാലത്ത് തന്നെയാണ്. ഇതിൽ നിന്നും കല്ലറയ്ക്കൽ എത്തുന്ന സ്ത്രീകൾ നേരിട്ടേക്കാവുന്ന അവരുടെ പ്രതിസന്ധി വളരെ വ്യക്തമാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ എല്ലാവരും ചിതറിപ്പോകുകയും ഓടിപ്പോകുകയും ഭയത്താൽ ഒളിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ അതികാലത്തെ അവർ യാത്ര ചെയ്യുന്നത് തികച്ചും ഭയത്തോടെ തന്നെയാണ്. എന്നാൽ അവർ കല്ലറയ്ക്കൽ എത്തിയാറെ 6-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത്. മിന്നുന്ന വസ്ത്രം ധരിച്ചതായ 2 പുരുഷന്മാർ അവരോട് പറയുന്നു, ഹി ഈസ് നോട്ട് ഹിയർ. ജീവിതത്തിൽ പ്രതിസന്ധിയോടും ഭയത്തോടും ആകുലതയോടും കൂടെ കല്ലറയ്ക്കൽ എത്തിയവർക്ക് ലഭിക്കുന്നതായ ഏറ്റവും വലിയ സുവാർത്തയും ആശ്വാസകരമായ വാർത്തയുമാണ് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത്. മാനവരക്ഷയുടെ പ്രത്യാശയുടെ ഉയർപ്പിന്റെ ആധാരമായി കാണേണ്ടുന്നത് അവൻ ഇവിടെയില്ല എന്നുള്ള ഉയർപ്പിന്റെ വാക്യങ്ങളത്രയും. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പ്രത്യാശ വിശ്വാസിയുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശിതവും പ്രത്യാശഭരിതവുമാക്കുന്നതാണ്. പ്രത്യാശ എന്നത് വളരെ സങ്കീർണമായ ഒന്നാണ്. എങ്കിലും ഏത് ജീവിത സാഹചര്യത്തെയും അതിജീവിക്കുവാൻ ഒരു പ്രത്യാശ ഉണ്ട് എന്നത് ആശ്വാസകരവും ആണ്. ക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്നത് ഒരു ഉറപ്പാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസം ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും ആകുലതകളിൽ നിന്നും നമ്മെ ഏറെ വിടുവിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തമാക്കും. ഉയർപ്പിന്റെ ജീവന്റെ തുടുപ്പിന്റെ സന്ദേശമാണ് ക്രിസ്തുവിന്റെ കല്ലറകൾ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. നിശബ്ദമാക്കുവാനും കുഴിച്ചു മൂടുവാനും നിർജീവമാക്കുവാനും ശ്രമിക്കുന്നതൊക്കെ തന്നെ ജീവന്റെ സംഭാഷണങ്ങളുടെ ഉയർപ്പിന്റെ പുനരുത്ഥാനങ്ങളുടെ വാഹകരായി തീരും എന്നുള്ളതാണ് പ്രത്യാശയുടെ അടിസ്ഥാനം. അനുഗ്രഹീതനായ എഴുത്തുകാരനായ പാബ്ലോ നെരൂദ പറയുന്നത് പോലെ, they can cut all the flowers but they can't stop the spring. പൂവിനെ ചിതറിച്ചു കളയുവാൻ എല്ലാവർക്കും സാധിക്കും, എന്നാൽ വസന്തത്തെ തടയുവാൻ തക്കവണ്ണം ആർക്കും സാധിക്കുകയില്ല. ഉയർപ്പ് നൽകുന്ന മെസ്സേജും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. ചിലർക്കൊക്കെ അതിനെ തകർത്ത് കളയുവാനും സാധിക്കും. എന്നാൽ ഈ പ്രതിസന്ധികൾക്കൊക്കെ അപ്പുറമായി ഒരു സന്തോഷത്തിന്റെ സുദിനമുണ്ട്, ഉയർക്കലുകളുണ്ട്, ഒരു പ്രത്യാശയുടെ മുന്നേറ്റമുണ്ട് എന്നുള്ളതാണ് ഉയർപ്പിന്റെ വീണ്ടെടുപ്പ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് എന്നുള്ളത് ഒരു വീണ്ടെടുപ്പാണ്. പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ വീണ്ടെടുപ്പ്. അതികാലത്ത് നഷ്ടമായ സ്വപ്നങ്ങൾ കല്ലറയ്ക്കൽ നേടിയെടുക്കുന്ന അനുഭവം. നിശബ്ദമായി പോയതും നിർവീര്യമായി പോയതും രക്ഷയുടെ ശബ്ദാവലികളായി തീരുന്ന അനുഭവം. അതുകൊണ്ട് നമുക്കും പ്രത്യാശ വയ്ക്കാം ഉയർപ്പിന്റെ നല്ല നാളുകൾക്കായി, പുനരുത്ഥാനത്തിന്റെ ആഘോഷത്തിനായി, ഉറഞ്ഞു പോകാത്ത പ്രത്യാശയുടെ ഉയർപ്പ് അനുഭവത്തിനായി. ദൈവം അതിന് ഏവരെയും ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.